ബീഹാറിൽ എൻ.ഡി.എയുടെ വിജയവും നിതീഷ് കുമാർ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയും ബി.ജെ.പിയുടെ ഇടപെടലുമൊക്കെ ഏറെ ചർച്ച ആയതാണ്. ബീഹാറിൽ മാത്രമല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അടക്കം. രാജ്യത്താകമാനം കോളിളക്കം സൃഷ്ടിച്ച ബി.ജെ.പിയുടെ വോട്ട് ചോരി രാജ്യം അതീവ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്നതിനിടയിലാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതും തുടർന്ന് അതിതീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വഴി നടന്ന വ്യാപക ക്രമക്കേടുകൾ പുറത്തു വരികയും ചെയ്തത്. ബി.ജെ.പി തങ്ങൾക്ക് അനുകൂലമല്ലാത്ത പ്രദേശങ്ങളിൽ SIR വഴി വോട്ടർമാരെ വെട്ടിമാറ്റുകയും തങ്ങൾക്ക് അനുകൂലമായ വോട്ടർമാരെ കൂട്ടിച്ചേർക്കുകയും ചെയ്തത് ഏറെ ഒച്ചപ്പാടുകൾക്ക് രാജ്യത്ത് വഴിവെച്ചു. പക്ഷേ അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുകയും NDA അധികാരത്തിലേറുകയും ചെയ്തു. അട്ടിമറിക്കപ്പെട്ട വിജയം പക്ഷേ പ്രതിപക്ഷ പാർട്ടികൾക്ക് വിശ്വാസയോഗ്യമല്ലായിരുന്നു. കോൺഗ്രസ് ആദ്യമേ ഉയർത്തിയ ആരോപണങ്ങൾക്ക് ആക്കം കൂട്ടുന്ന തരത്തിലാണ് പിന്നീട് കാര്യങ്ങൾ ബീഹാറിൽ നീങ്ങിയത്. രാജ്യത്താകമാനം ബി.ജെ.പി നടത്തുന്ന വോട്ടുകൊള്ള അത് ബീഹാർ തിരഞ്ഞെടുപ്പിലും ആവർത്തിച്ചു എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഇപ്പോഴിതാ ബി.ജെ.പിയുടെയും നിതീഷ് കുമാറിൻ്റെയും ഉറക്കം കെടുത്തിക്കൊണ്ട് കോൺഗ്രസ് പാറ്റ്ന കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെയും മോദിയുടെയും ജ്ഞാനേഷ് കുമാറിൻ്റെയും ഇടപെടലിൽ കടുത്ത സംശയമുയർത്തിയാണ് പാറ്റ്ന ഹൈക്കോടതിയിലേക്ക് കോൺഗ്രസ് ഹർജി സമർപ്പിച്ചത്. കോൺഗ്രസിനെ കൂടാതെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം കോടതിയിലേക്ക് ബി.ജെ.പിക്കെതിരെയും നിതീഷ് കുമാറിനെതിരെയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും പരാതികളുടെ കുത്തൊഴുക്കാണ് നടത്തുന്നത്. തെരഞ്ഞെടുപ്പിൽ തോറ്റ 202 പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി നീങ്ങിക്കഴിഞ്ഞു. പരാതികളുടെ പ്രവാഹമായി ഇനി പിടിച്ചു നിൽക്കാൻ മോദിക്കോ ജ്ഞാനേഷ് കുമാറിനോ കഴിയുമോ എന്നതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം, സുതാര്യമായ ഒരു പുതിയ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് സാധ്യമാക്കണമെന്നതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ മോദിയും നിതീഷ് കുമാറും കളിച്ച കള്ളക്കളികൾ ഓരോന്നോരോന്നായി കോൺഗ്രസ് വെളിച്ചത്ത് കൊണ്ടുവരികയാണ്. വോട്ടർമാരെ സ്വാധീനിക്കാൻ വോട്ടെടുപ്പിന് തൊട്ടു മുൻപ് മഹിളാ റോസ്ഗർ യോജന എന്ന പേരിൽ കോടികൾ ഒഴുക്കി എന്ന ആരോപണം. 1.25 കോടിയോളം വരുന്ന സ്ത്രീ വോട്ടർമാർക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് 10,000 രൂപ വെച്ച് അക്കൗണ്ടുകൾ വഴി വിതരണം ചെയ്ത് വോട്ട് വിലക്കെടുത്ത് NDAയിലേക്ക് മറിച്ചു എന്നും കോൺഗ്രസ് കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നു. സെപ്റ്റംബർ 26 പ്രഖ്യാപിച്ച പദ്ധതിയിലാണ് വോട്ടെടുപ്പ് ദിനത്തിൽ പോലും പണം കൈമാറി എന്നത് ഇലക്ഷൻ പെരുമാറ്റച്ചട്ടത്തിൻ്റെ വ്യക്തമായ ലംഘനമെന്നാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. ബീഹാറിലെ വോട്ടർമാരെ പണം കൊടുത്ത് വിലക്കെടുത്ത് വോട്ട് അട്ടിമറി നടത്തി തിരഞ്ഞെടുപ്പിൽ വിജയം വരുത്തിയത് ബി.ജെ.പി നിതീഷിൻ്റെ യഥാർത്ഥ വിജയം അല്ലെന്നും രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ തകർത്തുകൊണ്ട് നടത്തിയ ഇലക്ഷൻ ഹൈജാക്കാണെന്നുമാണ് കോൺഗ്രസ് പറയുന്നത്. പണമെറിഞ്ഞു നേടിയ തിരഞ്ഞെടുപ്പ് വിജയം കൊട്ടിഘോഷിക്കുമ്പോഴും യഥാർത്ഥ ജനാധിപത്യത്തിൻ്റെ പരാജയമാണ് ബി.ജെ.പി ആഘോഷിക്കുന്നത്. അതായത് ഭരണഘടന അനുശാസിക്കുന്ന സ്വാതന്ത്ര്യത്തിന് കൂച്ചവിലങ്ങിട്ട് പിടിച്ചു പറയിലൂടെ അധികാരത്തിൽ കയറുന്ന നയമാണ് ബി.ജെ.പി നടത്തിയത് എന്ന്. ഇതൊരിക്കലും ഇന്ത്യയിൽ അംഗീകരിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം ശക്തമായി ഇപ്പോൾ രംഗത്ത് വന്നതും പാറ്റ്ന കോടതിയെ സമീപിച്ചതും. 3 ലക്ഷത്തിലധികം വോട്ടർമാരെ അവസാന നിമിഷം തിരികെ കയറ്റിയും 80,000-ത്തിലധികം ന്യൂനപക്ഷ വോട്ടുകൾ വെട്ടിമാറ്റിയും അടക്കം ഇത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ അന്തിമ വോട്ടർ പട്ടികയിൽ നിന്ന് 2025 സെപ്റ്റംബറിൽ സംസ്ഥാനത്ത് 8.22 കോടി വോട്ടർമാർ ഉണ്ടാകേണ്ടതായിരുന്നു. എന്നാൽ അവിടെ 7.42 കോടി എന്ന എണ്ണം സൂചിപ്പിക്കുന്നത് 80 ലക്ഷം വോട്ടർമാരെ പട്ടികയിൽ നിന്ന് കാണാതായി എന്നതാണ്. അതേസമയം അന്തിമ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുടെ എണ്ണം കരട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട 65 ലക്ഷമായി നിലനിൽക്കുമ്പോഴും ആകെ 2 കോടി വോട്ടർമാരെ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഇതാണ് കോൺഗ്രസ് ശക്തമായി ഉന്നയിക്കുന്നത്, കോടതിയെ സമീപിക്കുന്നതും. കോൺഗ്രസിൻ്റെ ഈ നീക്കത്തെ പരാജയപ്പെട്ടവരുടെ നിലവിളി എന്ന് ബി.ജെ.പി പരിഹസിക്കുമ്പോഴും പാറ്റ്ന ഹൈക്കോടതിയിലേക്കുള്ള നീക്കത്തെ ഭയാശങ്കകളോടെയാണ് ബി.ജെ.പി നിതീഷ് കുമാർ നിരീക്ഷിക്കുന്നത്. പ്രവീൺ സിംഗ് കുഷ്വാഹ, അമിത് കുമാർ തുന്ന, ഋഷി മിശ്ര, നളിനി രഞ്ജൻധ, തൗക്കിർ ആലം, ശശന്ത് ശേഖർ എന്നിവരാണ് കഴിഞ്ഞ ദിവസം പാറ്റ്ന ഹൈക്കോടതിയിൽ റിട്ട് ഹർജി സമർപ്പിച്ചിട്ടുള്ളത്. ഇത് കോടതി അംഗീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തിയാൽ ബീഹാറിൽ നടന്നതിൻ്റെ യഥാർത്ഥ ചിത്രം പുറത്തു വരും എന്നതാണ് ഇവർ പറയുന്നത്. അങ്ങനെ കോടതിക്ക് അത് ബോധ്യമായാൽ ബീഹാർ തിരഞ്ഞെടുപ്പ് റദ്ദാക്കുക മാത്രമല്ല, നിതീഷ്, മോദി, ജ്ഞാനേഷ് കുമാർ അടക്കമുള്ളവർ കോടതിക്ക് മുന്നിൽ എത്തിപ്പെടുകയും ചെയ്യും. അവർ അവിടെ നടത്തിയ വൻ തട്ടിപ്പിൻ്റെ തെളിവിൽ
ഇവരെ അകത്താക്കപ്പെടുമോ എന്നതും രാജ്യം ഉറ്റുനോക്കുകയാണ്. നിതീഷ് അവിടെ മുഖ്യമന്ത്രി ആയതിന് ബി ജെ പിക്കുള്ളിൽ തന്നെ ഭിന്നത രൂക്ഷമായിരുന്നു. എന്നാൽ നിതീഷിനെ പിണക്കിയാൽ അതവിടെ ബി ജെ പിക്ക് വലിയ ആഘാതം സൃഷ്ടിച്ചുകൊണ്ട് നിതീഷ് എതിർചേരിയിൽ ലയിച്ച് ബി ജെ പിക്കെതിരെ സർക്കാർ രൂപീകരിക്കും, നിതീഷ് തന്നെ അവിടെ മുഖ്യമന്ത്രി പദത്തിൽ എത്തും എന്നതും ബി ജെ പിക്ക് നന്നായി അറിയാം. നിതീഷിൻ്റെ ചരിത്രം അതാണ്. അധികാരം നിലനിർത്താൻ ഏത് ചേരിയിൽ ചായാനും കാണിച്ച ചരിത്രമൊക്കെ നമ്മൾ ഇതിനോടകം പല തവണ കണ്ടതാണ്. അതുകൊണ്ടാണ് ബി ജെ പി തൽക്കാലം നിതീഷിനെ പിണക്കാതെ കാര്യങ്ങൾ ഇങ്ങനെ നീക്കിയത്. പക്ഷേ ഇപ്പോൾ ബീഹാറിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അവർക്കത്ര പന്തിയല്ല എന്നാണ് തെളിയുന്നത്. പരുങ്ങലിലായിരിക്കുകയാണ് നിതീഷ് ഭരണം. രാജ്യത്തിലെ ജനങ്ങളുടെ ആശ്രയമായ വിവിധ പദ്ധതികൾ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കാൻ പദ്ധതിയിട്ട് ബി ജെ പി നടത്തുന്ന നീക്കം ഇപ്പോൾ അവസാനമായി മോദി സർക്കാർ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി തകർക്കാൻ ശ്രമിച്ചതുമൊക്കെ വോട്ട് കൊള്ളയടക്കം SIRഉം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രതിഷേധ പ്രക്ഷോഭം രാജ്യത്ത് കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ബീഹാറിലെ മണ്ണിലെ കോൺഗ്രസ് കൊളുത്തിയ തീ ഇപ്പോൾ ആളിപ്പടരുന്നതും. പാറ്റ്ന കോടതിയിൽ ഇപ്പോൾ എത്തിയ ഈ ഹർജിക്ക് പിന്നാലെ പരാജയപ്പെട്ട മുഴുവൻ സ്ഥാനാർത്ഥികളും ഹർജികളുമായി നീങ്ങാനുള്ള തയ്യാറെടുപ്പിലാണെന്നാണ് അറിയുന്നത്. പാറ്റ്നയിൽ തുടങ്ങുന്ന ഈ നീക്കം രാജ്യത്തിൻ്റെ മുഴുവൻ സംസ്ഥാനങ്ങളിലും വ്യാപിക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. പിന്നീടത് സുപ്രീം കോടതിയുടെ മുന്നിലും എത്തിക്കുന്നതിലൂടെ ബി ജെ പിയുടെ യഥാർത്ഥ മുഖം തെളിവാകുമെന്ന് മാത്രമല്ല, ഒരു വലിയ പ്രഹേളിക്ക് ഉത്തരം കിട്ടുകയും ചെയ്യും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബൂത്തിലെ ദൃശ്യങ്ങൾ സൂക്ഷിക്കുന്നതിൻ്റെ കാലാവധി 5 വർഷം എന്നത് വെറും 45 ദിവസമാക്കി വെട്ടിച്ചുരുക്കി കൊള്ളയുടെ തെളിവുകൾ പുറത്തു വരാതിരിക്കാൻ നിയമപരമായി നടത്തിയ നീക്കം പക്ഷേ പാളുന്ന കാഴ്ചയാണ്. ഇന്ത്യ മുന്നണി നടത്തിയ നീക്കം ജ്ഞാനേഷ് കുമാറിനെ കുടുക്കിയെന്നാണ് തെളിയുന്നത്. ഇക്കാര്യത്തിൽ നിലവിൽ കോടതിയിൽ കേസ് നിലനിൽക്കുന്നുവെങ്കിൽ ഈ ദൃശ്യങ്ങൾ നീക്കം ചെയ്യുക അസാധ്യമാണ്. അതുകൊണ്ടാണ് പാറ്റ്ന ഹൈക്കോടതിയിലേക്ക് സമയം പാഴാക്കാതെ പ്രതിപക്ഷ പാർട്ടികൾ നീങ്ങിയത്. അതുമാത്രമല്ല, രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയുടെ പരമോന്നത നീതിപീഠത്തിന് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അധികാരം വർദ്ധിപ്പിച്ചു. ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയ എങ്ങനെ അട്ടിമറിക്കപ്പെടുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അവസാനമായി നടന്ന ബീഹാർ തിരഞ്ഞെടുപ്പിൽ തെളിഞ്ഞത്. ജ്ഞാനേഷ് കുമാർ മോദിക്കുള്ള കാണിക്കയായി ബി ജെ പിയുടെ നേതാക്കൾക്ക് അനധികൃതമായി വിജയിക്കാൻ വഴിയൊരുക്കി കൊടുത്തു എന്ന ഗുരുതര ആരോപണമാണ് ഉയരുന്നത്. ഇതിന് പിന്നിൽ ഭരണകൂടത്തിൻ്റെ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നാണ് ഇന്ത്യൻ ജനത ഉറച്ചു വിശ്വസിക്കുന്നത്. അതിനെ സാധൂകരിക്കുന്ന ശബ്ദങ്ങൾ അവിടെ ഉയർന്നു വന്നതിൻ്റെ തെളിവാണ് ഇരട്ട വോട്ടുകൾ. മറ്റ് സംസ്ഥാനങ്ങളിൽ വോട്ട് ചെയ്ത നിരവധി ആളുകൾ ബീഹാറിൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. ബി ജെ പി പ്രവർത്തകൻ തന്നെയായ നാഗേന്ദ്രകുമാർ ഡൽഹിയിലും ബീഹാറിലും വോട്ട് ചെയ്തതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. ബി ജെ പിയുടെ തന്നെ പ്രവർത്തകനായ അജിത് ഷാ ഹരിയാനയിലും ഡൽഹിയിലും വോട്ട് ചെയ്തതിൻ്റെ ശേഷം ബീഹാറിലും വോട്ട് ചെയ്തു. ഇങ്ങനെ ഇരട്ട വോട്ടിൻ്റെ വിവരങ്ങൾ ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞതാണ്. അതുപോലെ ബി ജെ പി പ്രവർത്തകൻ ആയിരക്കണക്കിന് ഇരട്ട വോട്ടുകൾ ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തലും പുറത്തു വരുന്നുണ്ട്. മറ്റൊന്ന് സ്പെഷ്യൽ വോട്ടർ ട്രെയിൻസ് എന്നതാണ്. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പ്രത്യേക ട്രെയിൻ സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ട് സർക്കാരിൻ്റെ അധികാരം ദുർവിനിയോഗം ചെയ്തു കേന്ദ്രം എന്നാണ് പറയുന്നത്. ഹരിയാനയിലെ കർണാളിൽ നിന്നും ബി ജെ പി പ്രവർത്തകരെ സൗജന്യമായി ബീഹാറിലെത്തിച്ച് വോട്ട് ചെയ്യാനായി സ്പെഷ്യൽ ട്രെയിൻ അറേഞ്ച് ചെയ്ത് സർക്കാരിൻ്റെ പണം ദുർവിനിയോഗം ചെയ്തുകൊണ്ടായിരുന്നു എന്ന് കോൺഗ്രസ്സുകാർ പറയുന്നു. ബി ജെ പി പ്രവർത്തകർ തന്നെ വെളിപ്പെടുത്തിയ കാര്യമാണ് കോൺഗ്രസ് വീണ്ടും ഉയർത്തി പറയുന്നത്. ഇങ്ങനെ വ്യാപക ക്രമക്കേടിലൂടെ രാജ്യത്ത് അധികാരം നിലനിർത്താനും അധികാരം പിടിച്ചെടുക്കാനും ബി ജെ പി ശ്രമിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ അനുവദിക്കാതെ കോൺഗ്രസ് സാധ്യമായ എല്ലാ നിയമ നടപടികളും ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പിയെ പിടിക്കാനാണ് ശ്രമിക്കുന്നത്. പാറ്റ്ന ഹൈക്കോടതിക്ക് യാഥാർത്ഥ്യം മനസ്സിലായാൽ തകർന്നടിയുന്നത് മോദി സ്വപ്നമായിരിക്കും, നിതീഷിൻ്റെ അപ്രമാദിത്വമാവും, ജ്ഞാനേഷ് കുമാറിൻ്റെ മോദി ഭക്തിയായിരിക്കും. ബീഹാറിൽ ഇനി വീണ്ടും ഒരു യഥാർത്ഥ തിരഞ്ഞെടുപ്പിനായി ജനം കാത്തിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.